ദ ജേർണലിസ്റ്റിലേക്ക് തുടങ്ങി വെച്ചവർ തന്നെ പിരിഞ്ഞു പോകാൻ വെമ്പൽ കൊള്ളുകയാണ്. പക്ഷേ പിടിവിടാതെ ഇറാൻ സകലരെയും ശിക്ഷിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങി വെച്ചവർ നരകയാതന അനുഭവിച്ച് ഒരു പിടിയും കിട്ടാതെ കനത്ത നാശനഷ്ടങ്ങളും ശിക്ഷയും ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ ഏറ്റവും നിർണായകമായി പുറത്തു വരുന്ന വാർത്ത അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കഴിഞ്ഞു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില ചിത്രങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. അത് പ്രേക്ഷകരൊന്ന് കാണുക. മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ശിക്ഷ നൽകിയിരിക്കുകയാണ് എന്നാണ് ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. സാറ്റലൈറ്റ് ഇമേജുകളും ഇതോടൊപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ കൃത്യമായി വിമാനങ്ങൾ തകർന്ന് തവിടുപൊടിയായി കിടക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പല ആംഗിളുകളിൽ നിന്നുള്ള ഫോട്ടോകൾ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഇറാൻ പുറത്തുവിട്ടുകൊണ്ട് പറയുകയാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ തങ്ങൾ വിജയകരമായ ആക്രമണം നടത്തിയെന്ന്. അമേരിക്കയെ വാക്കാൽ ഇത് നിഷേധിക്കുന്നുണ്ട് എങ്കിലും ഇറാൻ പുറത്തുവിട്ട പ്രസ് ടിവിയിലൂടെ പുറത്തുവിട്ട ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം അമേരിക്ക ഇതുവരെ നൽകിയിട്ടില്ല. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ സംയുക്ത മിസൈൽ ഡ്രോണാക്രമണം നടത്തിയാണ് നിരവധി വിമാനങ്ങൾ F-35 F-18 ഒക്കെ അടങ്ങുന്ന അത്യാധുനിക നൂതനമായ അമേരിക്കയുടെ ഫ്രണ്ട് വാർഫെയറിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമാനങ്ങൾ തകർത്തു കളഞ്ഞത് എന്നാണ് ഇറാൻ പറയുന്നത്. 12ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും 2 പേരുടെ നില ഗുരുതരമാണെന്നുമൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇതൊന്നും പരിപൂർണമായി സമ്മതിക്കാൻ അമേരിക്ക തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ധനം നിറയ്ക്കൽ, നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ നിർണായകമായ വ്യോമ ആസ്തികൾ തങ്ങൾ തകർത്തു എന്ന് IRGC അവകാശപ്പെടുന്നു. വിമാനങ്ങൾക്കും ലോജിസ്റ്റിക്കൽ സംവിധാനങ്ങൾക്കും കാര്യമായ നാശനഷ്ടമുണ്ടാക്കി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഇനിയും ശക്തമാകുമെന്ന സൂചനയാണിത് നൽകുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കെതിരെ മറ്റൊരു വലിയ ആക്രമണം നടത്തിയതായും ഇറാൻ അവകാശപ്പെട്ടിരിക്കുകയാണ്. അത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 84ാമത് തരംഗത്തിൻ്റെ തുടർച്ചയായി അൽ ഷുഫൈഖ് തുറമുഖത്തും ദുബായ് ബീച്ചുകളിലും കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയെന്ന് IRGC അവകാശപ്പെടുന്നു. ഇറാൻ വാർത്താ ഏജൻസി ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ, ഖാദർ 380 ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് അൽ ഷുഫൈഖ് തുറമുഖത്ത് 6 അമേരിക്കൻ ലാൻഡിംഗ് 1 ക്രാഫ്റ്റ് യൂട്ടിലിറ്റി ആക്രമിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫീൽഡ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധക്കപ്പലുകളിൽ 3 എണ്ണം ഇടിച്ചതിന് ശേഷം കടലിൽ മുങ്ങിയെന്നും ബാക്കിയുള്ളവ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇറാന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നോക്കുക, അമേരിക്കയുടെ പ്രധാനപ്പെട്ട പശ്ചിമേഷ്യയിലെ മറ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുന്ന ഇറാൻ അമേരിക്കയുടെ 6 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇതിൽ 3 എണ്ണം മുക്കിക്കളഞ്ഞു എന്നുമാണ് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 30 ദിവസമാകുമ്പോഴാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കരുത്തുമായിട്ട്, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള യുദ്ധമുഖത്തിലേക്ക് ഇറാൻ ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം ഇറാന്റെ തന്ത്രപ്രധാനമായ മറ്റൊരു വലിയ പ്രസ്താവനയും രംഗത്ത് വന്നിരിക്കുകയാണ്. 10 വർഷം തുടർച്ചയായി യുദ്ധം ചെയ്യാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത്. നോക്കുക, ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ 6 മാസമോ ഒന്നുമല്ല, 10 വർഷക്കാലം തുടർച്ചയായി യുദ്ധം ചെയ്യാനുള്ളതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിനു വേണ്ട ബൃഹത് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്, അതിനുവേണ്ട ആയുധങ്ങൾ സജ്ജമാക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് പോലെ ഇറാന്റെ സൈനിക ശേഷി അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളുടെ കരുത്ത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നു എന്ന വാദം പരിപൂർണമായി തെറ്റാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ മണിക്കൂറിലും ട്രംപ് പറഞ്ഞത്, അത് മയാമിയിൽ നടന്ന ഒരു സൗദി ഉദ്യോഗസ്ഥരുമായി നടത്തിയ, അല്ലെങ്കിൽ സൗദിയിലെ വ്യവസായികളുമായി നടത്തിയ ഒരു സമ്മിറ്റിൽ ട്രംപ് പറയുന്നത് എന്തായിരുന്നു? ഇനി വെറും 3500 കേന്ദ്രങ്ങൾ മാത്രമേ ഇറാനിൽ ബാക്കിയുള്ളൂ. ഇത് മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഏതാണ്ട് 4 ആഴ്ച വരെയുള്ള ആക്രമണമൊക്കെ ഉണ്ടാവും. അതിനു മുമ്പ് തന്നെ യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ ഇവിടെ ഇറാൻ പറയുന്നത്
നോക്കുക, 10 വർഷത്തോളം യുദ്ധം ചെയ്യാനുള്ള സന്നാഹങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അതായത് ഇറാൻ്റെ ഓരോ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുമ്പോൾ അതേസമയം കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട്, കൂടുതൽ മിസൈലുകൾ രംഗത്തിറക്കിക്കൊണ്ട്, കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്താനായിട്ട് ഇറാന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ആയത്തുള്ള അലി ഖാംനെയും തുടർന്ന് വന്ന ഭരണാധികാരികളും പ്രതിരോധ മന്ത്രിയും IRGCയുടെ പല തലവന്മാരും ഒക്കെ കൊല്ലപ്പെട്ടിട്ടും ഇറാൻ സൂപ്പർ സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ ആ വാർത്തകളിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായതും വ്യക്തമായതും വിജയകരമായതുമായ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് ഇറാൻ പറയുകയാണ്. അതിൻ്റെ അർത്ഥം അധികകാലം ഇനി അമേരിക്കൻ സൈനികർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അമേരിക്ക സൈനികരുടെ മരണമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സാറ്റലൈറ്റ് ചിത്രങ്ങളും വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന ചിത്രങ്ങളും ഒക്കെ നോക്കുമ്പോൾ അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതായും ആളുകൾക്ക് വ്യാപകമായി നാശങ്ങൾ ഉണ്ടായിട്ടുള്ളതായും നമുക്ക് കാണാൻ സാധിക്കും. അതായത് അമേരിക്ക എന്തൊക്കെ മറച്ചു വെച്ചാലും വലിയ തോതിലുള്ള നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ എത്ര നാൾ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ സൈനിക കേന്ദ്രങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും? അതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഇറാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ, അതായത് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അമേരിക്ക എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 നിർണായകമായ നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. അതിലേറ്റവും പ്രധാനമായി പറയുന്ന കാര്യം, പശ്ചിമേഷ്യയിലെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും അമേരിക്ക പിന്മാറണം. അതായത് ഈ സൈനിക കേന്ദ്രങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുപോകണം. അതോടൊപ്പം പറയുന്നത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം, അതോടൊപ്പം ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കണം എന്നൊക്കെ ഇറാൻ പറയുന്നത് ഒരു വശത്ത് അമേരിക്കയെ പരിപൂർണമായി പശ്ചിമേഷ്യയിൽ നിന്ന് തൂത്തെറിയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമതായി ഇറാൻ പറയുന്ന കാര്യം, പശ്ചിമേഷ്യയിൽ പൂർണ്ണമായിട്ട് ഒരു സാഹോദര്യം, അതായത് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എന്ന തരത്തിൽ കൃത്യമായ മറ്റൊരു നയതന്ത്ര നീക്കവും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. റഷ്യ ഇപ്പോൾ തന്നെ ഇറാനോട് പരിപൂർണമായ പിന്തുണയർപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇറാൻ്റെ ബുഷഹർ ആണവ കേന്ദ്രം അത് റഷ്യ സ്പോൺസർ ചെയ്താണ്. റഷ്യയുടെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ റഷ്യ പറഞ്ഞു, ഇനി ഈ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഇറാൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പറയുന്നു. ചൈനയാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഉത്തര കൊറിയ ഇറാനെ പിന്തുണയ്ക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയും എന്നുള്ളതായിരുന്നു ഒരു പക്ഷേ അമേരിക്ക കണ്ട സ്വപ്നം. സ്വാഭാവികമായിട്ടും ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കും. അങ്ങനെ ആക്രമിക്കുമ്പോൾ ഇറാനെ ഒറ്റപ്പെടുത്തി ഗൾഫ് രാജ്യങ്ങളെ, അതായത് സൗദി, ഖത്തർ, കുവൈറ്റ്, UAE തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ആ അറബ് രാജ്യങ്ങളെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിക്കാം എന്നൊരു കുരുട്ടുബുദ്ധി അമേരിക്കയുടെ തലയിലുണ്ടായിരുന്നു. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇറാനെതിരെ യുദ്ധം ചെയ്യില്ല എന്ന് തീർത്ത് പറഞ്ഞതോടെ സൗദിയൊക്കെ അതിൽ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. സൗദി പ്രത്യക്ഷത്തിൽ ഇറാൻ്റെ ഈ ആക്രമണങ്ങൾക്കെതിരെയൊക്കെ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എങ്കിലും ഇറാനിലേക്ക് കടന്നു കയറി ഒരു യുദ്ധം ചെയ്യാനുള്ള നീക്കത്തിലേക്കൊന്നും ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് അമേരിക്കയുടെ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന അമേരിക്കയുടെ തന്ത്രം, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ഇറാനുമായി ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചാൽ പിന്നെ അമേരിക്കയുടെ സഹായമില്ലാതെ യുദ്ധം തുടർന്നുകൊണ്ട് പോകാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയില്ല. കാരണം അത്രമേൽ വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ തിരിച്ചേൽപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും അറബ് രാജ്യങ്ങളെ ഈ യുദ്ധത്തിലേക്ക് ഇറക്കിയതിന് ശേഷം കുരുക്കിയിടുക എന്നൊരു തന്ത്രം ട്രംപ് ഇതിനിടയിൽ പയറ്റിയിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ട്രംപ് മയാമിയിലെ സമ്മിറ്റിൽ പറഞ്ഞത്, ഞാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ രക്ഷകനാണ് എന്ന് വരെ ട്രംപ് പറഞ്ഞിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുക, ഇറാനെ ചൂണ്ടിക്കാണിച്ചിട്ട് അറബ് രാജ്യങ്ങളെ പേടിപ്പിച്ചിട്ട് അറബ് രാജ്യങ്ങളെ പ്രൊവോക്ക് ചെയ്ത് അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് ആ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ കൊണ്ടുവന്നിട്ട് ട്രംപിന് മിഡിൽ ഈസ്റ്റിൽ നടത്താനുള്ള സകലമാന ബിസിനസ്സുകളും നടത്തുക എന്നുള്ള തന്ത്രമാണ് ട്രംപ് അവിടെ പ്രയോഗിച്ചത്. പക്ഷെ അതിൻ്റെ കടക്കിലും ഇപ്പോൾ ഇറാൻ കത്തിവെച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും പശ്ചിമേഷ്യയിൽ ഇനി അമേരിക്ക തുടരാൻ പാടില്ല. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, ഉദ്യോഗസ്ഥർ സകലതിനെയും തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഇവിടം ഞങ്ങളുടേതാണ് എന്ന നിലയിൽ തന്നെ ഇറാൻ നിലപാട് സ്വീകരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇതൊക്കെ അംഗീകരിക്കാതെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്നും ഇറാൻ പറയുമ്പോൾ തീർച്ചയായും ഇറാൻ അതിശക്തമായി സമീപകാലത്തൊന്നുമില്ലാത്ത വിധത്തിലുള്ള കരുത്തിൽ മുന്നോട്ട് പോകും
പോകുന്നതിൻ്റെ അടയാളമാണ് കാണുന്നത്. ഇസ്രായേലിലേക്കും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തുകയാണ്. ഇറാനുള്ളിലേക്കും സംയുക്തമായി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഇറാൻ അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിൽ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നു. ഈ യുദ്ധം 30 ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ, ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്കയും ഇസ്രായേലും കുടുങ്ങിപ്പോകുന്നത് അവിടെയാണ്. ഇറാനെ ഒരു തരത്തിലും വരിഞ്ഞു കെട്ടാനോ ഏതെങ്കിലും തരത്തിലും തടയാനോ ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനോ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് അമേരിക്കയും ഇസ്രായേലും പതറിപ്പോകുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ കോടാനുകോടി ഡോളർ വിലയുള്ള, ദശലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വിമാനങ്ങളും സൈനിക താവളങ്ങളും ഒക്കെ അതിവേഗത്തിൽ തകർക്കാൻ ഇറാന് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ലോകത്തിന് മുന്നിൽ ലോകശക്തിയായി നടിക്കുന്ന അമേരിക്കയുടെ ആ വലിയ പവർ എന്ന് പറയുന്നത് എന്താകുന്നു എന്ന ചോദ്യവും, അല്ലെങ്കിൽ ഇതൊക്കെ ഇത്രയേ ഉള്ളോ എന്ന ചോദ്യവും ശക്തമാവുകയാണ്. ഇതൊക്കെ അമേരിക്കയ്ക്ക് വലിയ കുരുക്കായി മാറുകയാണ്, പ്രതിസന്ധിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ഏറ്റവും അധികം തിരിച്ചടി നേരിടുന്നത് അമേരിക്കയ്ക്കായിരിക്കും, അതോടൊപ്പം ലോക രാജ്യങ്ങൾക്കായിരിക്കും. ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഉടലെടുക്കാൻ പോവുകയാണ്. ഹൂത്തികൾ കളത്തിലിറങ്ങിയിരിക്കുന്നു. സൂയസ് കനാലും അടയ്ക്കാനുള്ള സാധ്യത തെളിയുകയാണ്. ഹോർമുസ് കടലെടുക്കും, സൂയസ് കനാലും അടച്ചാൽ ലോകത്തിൻ്റെ മുഴുവൻ കപ്പൽ വ്യാപാരവും ഇല്ലാതാകുന്ന അവസ്ഥ വരും. അങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഒരു സാധാരണക്കാരായ മനുഷ്യർ പോലും ആലോചിച്ചാൽ മനസ്സിലാകും. അതുപോലും ആലോചിക്കാതെ ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ട്രംപും നെതന്യാഹുവും ഇത്രയും ഗുരുതരമായ സാഹചര്യം കൂടി സംജാതമായാൽ ലോകം മുഴുവൻ അവരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഈ അവസ്ഥയ്ക്ക് കണക്ക് പറയേണ്ടി വരികയും ചെയ്യും എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയാണ് ഇറാൻ.